ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2026 മൂന്നാം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഈ വലിയ നോമ്പിലൂടെ ആത്മീയതയുടെ ആർജവമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയി എന്ന ഒരു പരിഹാസമായി അവരുടെ ജീവിതം മാറുന്ന സാഹചര്യത്തിൽ പരിശുദ്ധമ്മയുടെ ഇടപെടലാണ്. ആത്മീയ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാൻ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ, പാപത്തിൻ്റെ പരിണതഫലമായി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നിർവീര്യമാകുമ്പോൾ, ദാവീദ് അനുതാപത്തോടെ നിലവിളിച്ചു പറഞ്ഞു, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന്. നമ്മളിലെ പരിശുദ്ധാത്മാവാകുന്ന വീര്യം, പരിശുദ്ധാത്മാവാകുന്ന ആ വീഞ്ഞ് തീർന്നു പോകാതിരിക്കാൻ തക്കവിധം നമ്മൾ ഏറെ തീഷ്ണതയോടെ കരുതലോടെ ജീവിക്കേണ്ടത് ഈ കാലഘട്ടത്ത് ആവശ്യമാണ്. അല്ല എങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം വെറും കോമാളിത്തരവും പ്രകടനവും പ്രച്ഛന്ന വേഷങ്ങളും നമ്മൾ പരിഹാസമായി മറ്റുള്ളവരുടെ മുമ്പിൽ തല താഴ്ത്തേണ്ട മാനഹാനിയിലേക്ക് നിപതിക്കുന്ന കൂപ്പുകുത്തുന്ന അവസ്ഥയായി പരിണമിക്കും. അതുകൊണ്ട് 2026 നോമ്പ് ഓരോ ദിവസവും കൂടുതൽ ആത്മീയ ഉണർവിനായി പരിശുദ്ധാത്മാവിൻ്റെ പുതിയ പുതിയ അഭിഷേകങ്ങളെ പ്രാപിപ്പാൻ തക്ക വിധമുള്ള മണിക്കൂറുകളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മ മറിയത്തെ കൂട്ടുപിടിച്ച് അമ്മയോട് ചേർന്ന് സ്ലീഹന്മാർ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ ദൈവമക്കളെയും നോമ്പിലേക്ക് ആഹ്വാനം ചെയ്യട്ടെ. നോമ്പ് നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ കരുത്ത് പകരുവാൻ ഇടയാകട്ടെ. എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഈ നോമ്പിലൂടെ പ്രാപിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. ഇത് ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.